ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. പരിപ്പ് വടയാണ് തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി 2 കപ്പ് പരിപ്പ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് കുതിർക്കാനായി മാറ്റി വെക്കാം. അതിനായി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. സോക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ചേർത്ത് 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കടലപ്പരിപ്പ് നന്നായി പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ കടലപ്പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കണം. ഇത് ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൊടിയാതെ വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോഴെല്ലാം ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. 2 സവാള, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ പൊടിച്ച് വെച്ച കടലപ്പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു കളറിനായി 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടേസ്റ്റ് നോക്കി ഉപ്പ് വേണമെങ്കിലോ എരിവ് വേണമെങ്കിലോ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് അടുത്തതായി കാണിക്കുന്നത്. ഈ മിക്സ് ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എല്ലാം ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ പാൻ വെച്ചു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ബോൾസാക്കി വെച്ച ഈ മാവ് കൈവെള്ളയിലിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്ലോ ഫ്ലെയിമിലായിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ഉൾവശം വെന്ത് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റും. കടലപ്പരിപ്പ് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ സവാളയിലുള്ള വെള്ളം ഇറങ്ങി വന്ന് നമ്മുടെ കൂട്ട് പെട്ടെന്ന് ലൂസായി പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുകയാണെങ്കിൽ അതിന് ഒരു ടിപ്സ് ഉണ്ട്. അതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് ബോൾസാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞ പരിപ്പ് വടയുടെ വീഡിയോ ആണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്